ഇന്ത്യ പോസ്റ്റ് GDSുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തേത്, ഇന്ത്യ പോസ്റ്റ് GDSിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത സമയത്ത് ധാരാളം പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊടുക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓരോ പോസ്റ്റ് ഓഫീസുകളിലും എത്ര വേക്കൻസികൾ ഉണ്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. അതിനായി ആദ്യം ഇന്ത്യ പോസ്റ്റ് GDSിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും താഴ്ഭാഗത്തായി സെലക്ട് ഡിവിഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഏത് ഡിവിഷനിലെ വേക്കൻസിയാണോ അറിയേണ്ടത് ആ ഡിവിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ പോസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോഴേക്കും ആ പോസ്റ്റ് ഓഫീസിൽ എത്ര വേക്കൻസിയാണോ ഉണ്ടായിരുന്നത് ആ പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വരും. അതിൽ തന്നെ ആ പോസ്റ്റ് ഓഫീസിൽ ഏത് കാസ്റ്റുകാർക്കാണ് വേക്കൻസി ഉണ്ടായിരുന്നത്, ആ പോസ്റ്റിന്റെ സാലറി എത്രയാണ്, അതിൽ എത്രയാണ് വേക്കൻസി എന്നുള്ളത് ആ മൂന്നാമത്തെ കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. അതായത് ആദ്യത്തെ ഓപ്ഷനായ ട്രിവാൻഡ്രം നോർത്ത് ഡിവിഷനിൽ അടയമൺ ബ്രാഞ്ച് ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ABPM ആയിരുന്നു വേക്കൻസി, OBC ആയിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. 10,000 ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന സാലറി. അവസാനം കാണുന്നതാണ് വേക്കൻസി. ഒരു വേക്കൻസി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ട്രിവാൻഡ്രം നോർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഓരോ വേക്കൻസി വിധമാണ് ഉള്ളത്. ഏറ്റവും അവസാനം ഭാഗത്ത് വരുന്ന വെട്ടൂർ ബ്രാഞ്ച് ഓഫീസിൽ മാത്രമാണ് 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ABPMനായിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഓരോരോ സോണുകളിലായി വേക്കൻസികൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇന്ത്യ പോസ്റ്റ് GDS 2024 പ്രതീക്ഷിക്കപ്പെടുന്ന കട്ട് ഓഫ് മാർക്കാണ്. ജനറൽ കാറ്റഗറിക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന കട്ട് ഓഫ് 84 മുതൽ 95 വരെയും, OBCക്ക് 80 മുതൽ 90% വരെയും, SCക്കാർക്ക് 79 മുതൽ 88% വരെയും, STക്ക് 77 മുതൽ 87% വരെയും, EWSന് 83 മുതൽ 94% വരെയും, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയവർക്ക് 68 മുതൽ 78% വരെയാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത്. അതായത് ഈ ഒരു കട്ട് ഓഫ് പെർസെന്റേജിന് മുകളിൽ വരുന്നവരെ മാത്രമായിരിക്കും ഇന്ത്യ പോസ്റ്റ് GDS ആപ്ലിക്കേഷനിലേക്ക് പരിഗണിക്കുന്നത്. അതിൽ തന്നെ EWS കാറ്റഗറിക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇന്ത്യ പോസ്റ്റ് GDSന് ബാധകമല്ല. ഇന്ത്യ പോസ്റ്റ് GDSന് തഹസിൽദാരിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് തന്നെ ആവശ്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.